കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്ക് അവർ കമ്പനിയുടെ പേര് മെറ്റ എന്ന് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ തന്നെ അവർ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയം തൊട്ട് തന്നെ വെബ് 3.0 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ആൾക്കാർ കുറേ അധികം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്കൊന്നും എക്സാക്ട്ലി എന്താണ് വെബ് 3.0 എന്ന് എക്സാക്ട്ലി അറിയില്ല. കുറച്ച് എന്താ പറയുക വേഗമായിട്ടുള്ളൊരു ഐഡിയ ആണ് മിക്കവർക്കും ഉള്ളത് എന്താണ് ഈ വെബ് 3.0 എന്നതിനെക്കുറിച്ച്. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് വെബ് 3.0 എന്നും എങ്ങനെയാണ് ഈ വെബ് 3.0 മുമ്പത്തെ വെബ് വെർഷൻസിനേക്കാളും ബെറ്റർ എന്നും ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വെബ് 3 മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കണം. അതായത് വെബ് 2ഉം വെബ് 1ഉം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താണ് വെബ് 3 എന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വെബ് 3.0 മുമ്പത്തെ വെബ് വെർഷൻസിനേക്കാളും ബെറ്റർ എന്നും അല്ലെങ്കിൽ ഡിഫറെൻ്റ് എന്നും നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വെബ് 1.0 എടുക്കാം. അതായത് ഏറ്റവും ആദ്യത്തെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ഏറ്റവും ആദ്യത്തെ ഇൻ്റർനെറ്റ് തുടങ്ങിയ ഒരു പോയിന്റ് തൊട്ട് 2005 വരെ ഈ ഒരു ഫേസ്, അതായത് കഴിഞ്ഞ ഒരു 1980 തൊട്ട് ഒരു ലേറ്റ് 1980s തൊട്ട് 2005 വരെയുള്ള ഒരു കാലഘട്ടത്തിലെ വെബിനെയാണ് നമ്മൾ വെബ് 1.0 എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു വെബ് 1.0 ബേസിക് ആയിട്ടുള്ള കോഡിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് ഏറ്റവും സിമ്പിളായിട്ട് വെബ് 1.0 പറയാന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഒരു വലിയൊരു എൻസൈക്ലോപീഡിയ ആണ് സത്യം പറഞ്ഞാൽ വെബ് 1.0. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. അത് ഗൂഗിൾ ആവട്ടെ, യാഹു ആവട്ടെ, ഏതൊരു സെർച്ച് എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതിൽ നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെബ് 1.0 ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറേ അധികം വെബ്സൈറ്റുകൾ കാണിക്കുന്നുണ്ടാവും. ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെബ് 1.0ൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് ക്രിയേറ്റേഴ്സാണ് ഉണ്ടായിരുന്നുള്ളൂ. കണ്ടൻറ്റ് അധികാരം ക്രിയേറ്റ് ചെയ്തിരുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് വെബ് 1.0 അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും കൂടാതെ തന്നെ വെബ് 1.0 കംപ്ലീറ്റ്ലി ജസ്റ്റ് ഒരു റീഡബിൾ ആയിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് മാത്രമായിരുന്നു. നമുക്ക് ഈ ഒരു കണ്ടൻറ്റിനോട് ഇൻട്രാക്ട് ചെയ്യാനൊന്നും ആയിട്ട് പറ്റില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോഗിൻ ചെയ്യാനും ആ വെബ്സൈറ്റിൽ നിന്ന് കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യാനും ഇങ്ങനത്തെ കുറേയധികം സൗകര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഈ കണ്ടൻറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. പക്ഷേ വെബ് 1.0 അങ്ങനെ ഒരു സംഭവമില്ല. ജസ്റ്റ് നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റുകൾ കാണിക്കും. ജസ്റ്റ് അത് വായിച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. വളരെ ബേസിക് ആയിരുന്നു വെബ് 1.0ൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ രണ്ടാമത്തെ ഫേസ്, അതായത് വെബ് 2.0 ഫേസിലേക്ക് കിടക്കുന്നത്. നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ് വെർഷനും ഈ ഒരു വെബ് 2.0 തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, നമുക്ക് കുറേയധികം സോഷ്യൽ മീഡിയാസും അതേമാതിരി തന്നെ കുറേയധികം വെബ്സൈറ്റുകളും കുറേയധികം ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറികളും പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും, ലൈക്ക് ചെയ്യാനായിട്ട് പറ്റും, കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ കുറേയധികം ഇൻട്രാക്റ്റീവ് മെഷേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് വെബ് 2.0ൻ്റെ ഏറ്റവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെബ് 2.0 ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാവാ സ്ക്രിപ്റ്റും അതേമാതിരി കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള HTML5 ഇങ്ങനത്തെ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോഡിംഗ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വെബ് 2.0നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വെബ് 2.0 വെബ് 1.0ൽ നിന്ന് എങ്ങനെ ഡിഫറൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രാക്റ്റീവ് ആണ് വെബ് 2.0. അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ എമൗണ്ട് പതുക്കെ ഇങ്ങനെ കുറേ അധികം കൂടി വന്നു. അപ്പോൾ പണ്ട് നിങ്ങളൊരു 10-20 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ അല്ല ഇൻ്റർനെറ്റിൽ ഇപ്പം നിലവിൽ കിട്ടുന്നത്. ഇപ്പോൾ ഏതൊരു കണ്ടൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചോ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഏതൊരു ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളൊക്കെ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ ഇരട്ടി ഡാറ്റ നമുക്ക് ഇൻ്റർനെറ്റിൽ ജസ്റ്റ് നമ്മുടെ ഒരു ഫോണിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വെബ് 2.0നെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ് 2.0 ഇൻട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫോർമേഷൻസ് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസോ മറ്റ് ആപ്പുകളോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വില്ലിംഗ്ലി ആണ് പല ഡാറ്റയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഡാറ്റ ഇങ്ങനത്തെ വലിയ ടെക് ജൈൻറ്റ് കമ്പനീസ് ഉണ്ടാവും. ഇപ്പോൾ അതിനെ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, ആമസോൺ, ഗൂഗിൾ ഇങ്ങനത്തെ കമ്പനികളൊക്കെ നമ്മുടെ ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. കുറേ ഡാറ്റ നമ്മൾ വില്ലിംഗ്ലി തന്നെ കൊടുക്കുന്ന ഡാറ്റയാണ്. അപ്പോൾ ഈ ഡാറ്റ അവർ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഈ ഡാറ്റ അഡ്വർടൈസേഴ്സിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവരത് അഡ്വർടൈസേഴ്സിന് വിറ്റ് കഴിയുമ്പോൾ
നമുക്ക് വേണ്ടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ആകർഷിക്കുന്ന നമുക്ക് വേണ്ടി കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നമുക്ക് വരാനായിട്ട് തുടങ്ങി. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ഇവരുടെ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇവർക്ക് കൂടുതൽ റവന്യൂ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഡാറ്റ നമ്മൾ പോലും അറിയാതെ കളക്ട് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്ക് വിൽക്കുകയാണ് ഈ ഒരു വെബ് 2.0 ചെയ്യുന്നത്. അതായത് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഇൻഫോർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ മൊത്തം സെൻട്രലൈസ്ഡ് ആണ്. അതായത് ഇങ്ങനത്തെ കുറച്ച് ചെറിയ അല്ലെങ്കിൽ കുറച്ച് നമ്പർ ഓഫ് ടെക് കമ്പനീസ് നമ്മുടെ എല്ലാ ഡാറ്റയും സെൻട്രലൈസ് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വിൽക്കുകയാണ്. അതായത് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വിൽക്കുകയാണ് ഈ ഒരു ഡാറ്റ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു വെബ് 2.0ൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജും അല്ലെങ്കിൽ ഒരു പ്രൈവസി റിലേറ്റഡ് കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് വെബ് 3.0ൻ്റെ ഇവല്യൂഷനും ഒരു മെയിൻ കാരണമാകുന്നത്. പിന്നെ നമുക്ക് വെബ് 3.0 എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വെബ് 3.0 ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെബ് 2.0 ഓൺ സ്റ്റെറോയിഡ്സ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഏറ്റവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് 3.0 ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ കമ്പനി, ഒരു വലിയൊരു ടെക് കമ്പനി അല്ല നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റയുടെ ഓണേഴ്സ് നമ്മൾ തന്നെയാണ്. നമുക്ക് തീരുമാനിക്കാം ഈ ഡാറ്റ ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട, ഇനി എങ്ങനെ ആ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ പോസിബിൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുമാതിരി തന്നെ മെഷീൻ ലേണിങ്ങും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ഇവർ പോസിബിൾ ആക്കുന്നത്. ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ക്രിപ്റ്റോ കറൻസിയൊക്കെ ബ്ലോക്ക് ചെയിൻ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മുടെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആവാന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഒരു സെർവറിലോ ആയിരിക്കില്ല നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതിങ്ങനെ കുറേ അധികം ആയിരക്കണക്കിനോ കോടിക്കണക്കിനോ കമ്പ്യൂട്ടറുകളും സെർവറുകളിലും ആയിരിക്കും നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ മോഷണം പോകാനായിട്ടുള്ള ചാൻസും കുറവായിരിക്കും. നമ്മുടെ ഡാറ്റ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം എങ്ങനെ നമ്മുടെ ഡാറ്റ മറ്റൊരാൾ യൂസ് ചെയ്യണമെന്ന്. ഇപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ സംവിധാനമൊക്കെ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസിയൊക്കെ ഇത്രയും സെക്യൂർ ആയിരിക്കുന്നതിൻ്റെ ഒരു റീസൺ തന്നെ ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. അതുമാതിരി തന്നെ വെബ് 3.0ൻ്റെ മറ്റൊരു ഫീച്ചറാണ് സെമാൻറ്റിക് ടെക്നോളജി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോർമലി വെബ് 2.0 അതായത് നമ്മൾ നിലവിൽ ഇപ്പോൾ ഒരു ഗൂഗിളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്, ഇപ്പോൾ നമ്മൾ കാറുകളെക്കുറിച്ച് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോക്സ് വാഗണിൻ്റെ ഒരു പോളോ കാറിനെ കുറിച്ച് സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ വോക്സ് വാഗൺ പോളോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു കീവേഡ്, ആ ഒരു വാക്കിനോട് സാമ്യമായിട്ടുള്ള അല്ലെങ്കിൽ സാദൃശ്യമുള്ള മറ്റു വാക്കുകളുള്ള ആർട്ടിക്കിളുകളാണ് ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അതേസമയം വെബ് 3.0ലേക്ക് കടക്കുമ്പോൾ ഈ ഒരു സെമാൻറ്റിക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുമാതിരി തന്നെ മെഷീൻ ലേണിങ്ങും യൂസ് ചെയ്തിട്ട് അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അതായത് നമ്മളൊരു സംഭവം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഇതിനെ വായിച്ച് മനസ്സിലാക്കുന്നത്, അതേ രീതിയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗ് യൂസ് ചെയ്ത് ഇവരിത് വായിച്ച് മനസ്സിലാക്കും. മുമ്പ് ജസ്റ്റ് ഒരു കീവേഡ്, ഈ ഒരു വാക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനോട് സാമ്യമുള്ള മറ്റു വാക്കുകൾ എടുത്ത് കാണിച്ചു തരും. പക്ഷേ ഈ വെബ് 3.0 നമ്മളൊരു വാക്ക് ടൈപ്പ് ചെയ്ത് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് കുറേ കൂടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടി ബെറ്റർ റിസൾട്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു വെബ് 3.0 സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് വെബ് 3.0 ഒരു വളരെ നല്ലൊരു അഡ്വാൻറ്റേജസ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വെബ് 3.0 മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരത്തെ ബ്ലോക്ക് ചെയിൻ. അതായത് ഡാറ്റ ഡീസെൻട്രലൈസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഡാറ്റയുടെ ഓണർമാരായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എങ്ങനെ നമ്മുടെ ഡാറ്റ കൺട്രോൾ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. പിന്നൊരു ഫീച്ചറാണ് ഒരു സ്പേഷ്യൽ വെബ് എന്ന് പറഞ്ഞിട്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിസിക്കൽ വേൾഡും ഈ ഒരു ഡിജിറ്റൽ വേൾഡും തമ്മിലുള്ള ഒരു ലൈൻ ഇല്ലാതാക്കുകയാണ് ഈ ഒരു വെബ് 3.0 ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വെബ് 3.0 ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കണ്ട മെറ്റാവേഴ്സ്. ഈ മെറ്റാവേഴ്സ് വഴി നമ്മളൊരു AR ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിലരെങ്കിലും റെഡി പ്ലെയർ 1 എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് സിനിമ ഉണ്ടാവും, അത് കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ എക്സാക്ട്ലി കാണിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ഡിജിറ്റൽ വേൾഡ് എന്ന്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ അതിൻ്റെ കുറേ സാമ്പിളുകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഈ ഒരു AR ടെക്നോളജി, അതായത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ തന്നെ
ഈ ഒരു ഡിജിറ്റൽ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പേഷ്യൽ വെബിൻ്റെ പല എക്സാമ്പിളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫോണുകൾ ചില ഫിൽറ്ററൊക്കെ യൂസ് ചെയ്താൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫിൽറ്റർ നമ്മുടെ മുമ്പിൽ നേരിട്ട് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ആ ഒരു ഫിൽറ്റർ യൂസ് ചെയ്താൽ ഇപ്പോൾ ഒരാളോ അല്ലെങ്കിൽ ഒരു ആനിമലോ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വെബ് 3.0ൻ്റെ മറ്റൊരു ഫീച്ചർ. ഇതിനെ കുറേ കൂടി വൈഡ് സ്പ്രെഡ് ആക്കാനും കുറേ കൂടി അഡ്വാൻസ്ഡ് ആക്കാനുമായിട്ടാണ് ഈ ഒരു വെബ് 3.0 വഴി ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വെബ് 3.0ൻ്റെ തന്നെ എക്സാമ്പിളുകളാണ് ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും മെറ്റാവേഴ്സും അതുമാതിരി ഇപ്പോൾ കുറേ കാലമായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന NFTസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു വെബ് 3.0ൻ്റെ ഭാഗമാണ്. അപ്പോൾ നിലവിൽ വെബ് 3.0 കറൻ്റ്ലി ഒരു ഇവല്യൂഷൻ സ്റ്റേജിലാണ്. നമ്മൾ അധികം ആരും ഇപ്പോൾ യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഭാവിയിൽ ഇനി ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വെബ് 3.0 വളരെ കോമൺ ആവാനായിട്ടാണ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഹിസ്റ്ററിയും അതുമാതിരി എന്താണ് വെബ് 3.0 എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.